ഏവർക്കും നമസ്കാരം. കഴിഞ്ഞ ജൂൺ മാസം 6-ാം തീയതി മുതൽ പല രാശിക്കാരെയും അതിലെ നക്ഷത്രജാതരെയും ഏറെ ദുരിതങ്ങളും ദോഷങ്ങളും നൽകിയ ഒരു യോഗം നടന്നു. അതാണ് കുജ കേതു യോഗം. കുജൻ അഥവാ ചൊവ്വയും കേതുവും അന്നേ ദിനം തൊട്ട് ചിങ്ങരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നു. ഈ യോഗം അപൂർവം ചില രാശിക്കാർക്ക് ഗുണഫലങ്ങളെ നൽകിയപ്പോൾ ഭൂരിഭാഗം രാശിക്കാർക്കും ദോഷഫലങ്ങളെയാണ് നൽകിയത്. എന്നാൽ ഈ കുജ കേതു യോഗത്തിന് വരുന്ന ജൂലൈ മാസം 28-ാം തീയതി അറുതി വരികയാണ്. അന്നേ ദിനം ചൊവ്വ താൻ നിലവിൽ സഞ്ചരിക്കുന്ന ചിങ്ങരാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കും. അതോടുകൂടി കുജ കേതു യോഗം ഇല്ലാതാകുകയും ചെയ്യും. തുടർന്ന് സെപ്റ്റംബർ മാസം 12 വരെയും ചൊവ്വ ഈ കന്നിരാശിയിൽ സഞ്ചരിക്കും. ഈ ഒരു രാശിമാറ്റം കഴിഞ്ഞ 3-4 മാസങ്ങളായി നിലനിന്നിരുന്ന കാളസർപ്പയോഗത്തിനും അവസാനം കുറിക്കുന്നു. അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജ കേതു യോഗത്തിൻ്റെ അവസാനവും ഓരോ രാശിക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ നൽകുന്നുവെന്ന് നമുക്ക് ഈ പരമ്പരയിൽ കാര്യകാരണസഹിതം പരിശോധിക്കാം. മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ചൊവ്വ മേടക്കൂറുകാരുടെ 5-ാം ഭാവത്തിലാണ് നിലവിൽ കേതുവുമായി യോഗം ചെയ്ത് സഞ്ചരിച്ച് വരുന്നത്. 5-ാം ഭാവം എന്നത് സന്താനങ്ങൾ, ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഏകാഗ്രത, ഉപാസനാമൂർത്തികൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു. 5-ാം ഭാവം എന്നത് ചൊവ്വയുടെയും കേതുവിൻ്റെയും ഒരുപോലെ അനിഷ്ടഭാവവുമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ കുജ കേതു യോഗം ഈ കൂറുകാരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. തൽഫലമായി സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ, പഠനത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ, ഏകാഗ്രത ഇല്ലായ്മ, സന്താനങ്ങൾക്ക് മാതാപിതാക്കളുമായി അസ്വാരസ്യങ്ങൾ എന്നിവയെല്ലാം ഈ സമയത്ത് നേരിട്ടിരുന്നു. കൂടാതെ ഉപാസനാമൂർത്തികളുടെ കടാക്ഷത്തിന് ഒരു മറവ് വന്നു. അത് ഇവർക്ക് പലതരത്തിലുള്ള താമസം, അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിലെ കാലതാമസം, തൊഴിൽ രംഗത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ എന്നിവയെ എല്ലാം നൽകി. കൂടാതെ ചൊവ്വ എന്നത് മേടക്കൂറുകാരുടെ അഷ്ടമാധിപനും കൂടി ആയതിനാൽ പലതരത്തിലുള്ള ശാരീരികമായ വ്യഥകൾക്കും ഈ യോഗം വഴിവെച്ചു. എന്നാൽ ഈ ദോഷകരമായ കാലം ജൂലൈ 28-ാം തീയതി അവസാനിക്കുകയാണ്. കാരണം അന്നേ ദിനം ചൊവ്വ ഈ കൂറുകാരുടെ 5-ൽ നിന്നും 6-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. 6-ാം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു. 6-ാം ഭാവം എന്നത് ശത്രുക്കൾ, രോഗം, കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്നു. എന്നാൽ ചൊവ്വ അനിഷ്ടഭാവമായ ഈ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏറെ നല്ല ഫലങ്ങളെ സമ്മാനിക്കും. ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സകല ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും അറുതി വരും. ശത്രുക്കൾ ഈ സമയത്ത് നിഷ്പ്രഭർ ആകും. നല്ല ആത്മവിശ്വാസം, ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും നേരിടുവാനുള്ള ആത്മബലം, ഊർജം, പോരാട്ടവീര്യം എന്നിവ ഈ രാശിജാതർക്ക് സകല പ്രതിസന്ധികളെയും നേരിട്ട് മുന്നേറാനുള്ള ഊർജം പകരും. വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ മികച്ചതാകും. മത്സരവീര്യം ഉയർന്ന് കാണപ്പെടും. തൽഫലമായി പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നും കരകയറുവാനുള്ള പോംവഴികൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും. ശാരീരികമായും മാനസികമായും ഊർജ്ജസ്വലത, സന്തോഷം, സമാധാനം എന്നിവയും കൈവരും. ബിസിനസ് മേഖലയിലും ഈ സമയം ഏറെ മികച്ച പ്രവർത്തനം, പുരോഗതി, ലാഭം എന്നിവ ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന ലോണുകൾ, വ്യവഹാരങ്ങൾ, കേസുകൾ എന്നിവയും ചൊവ്വ 6-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തീർപ്പാകും. ഔദ്യോഗിക ജീവിതത്തിലും ഇവർക്ക് സമാധാനം, പുരോഗതി എന്നിവ ഉണ്ടാകുന്നതാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ, മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പുരോഗതി കൈവരിക്കും. ചൊവ്വ എന്നത് മേടക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകയാൽ ഈ കൂറുകാർക്ക് ചൊവ്വയുടെ ഈ ഇഷ്ടഭാവത്തിലുള്ള സഞ്ചാരം അത്യന്തം ഗുണകരമാകുന്നു. കൂടാതെ ആരോഗ്യം, ആയുസ് എന്നിവയെ കുറിക്കുന്ന 8-ാം ഭാവത്തിൻ്റെയും അധിപതി ചൊവ്വയാകയാൽ ഈ കൂറുകാർക്ക് രോഗമുക്തി, ശരീരസൗഖ്യം, മനസ്സുഖം എന്നിവ ഉണ്ടാകും. കൂടാതെ കുടുംബത്തിലെ അനൈക്യങ്ങൾ നീങ്ങി സ്വരച്ചേർച്ചയും ഐക്യവും വന്നുചേരും. അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റവും കുജ കേതു യോഗത്തിൽ നിന്നുള്ള മുക്തിയും മേടക്കൂറുകാർക്ക് വളരെ ഗുണകരമായി ഭവിക്കുന്നതാണ്. ഗ്രഹനിലയിൽ ചൊവ്വയുടെ രാശിബലം, ക്ഷേത്രബലം, ഭാവബലം എന്നിവയ്ക്കനുസരിച്ച് പറഞ്ഞ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.